ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് എന്ത് റെസിപ്പി ആയിട്ടാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഒരു അറേബ്യൻ കുഴിമന്തി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടി വലിയൊരു പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ചേർക്കാം, വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുരുമുളക് 1 ടീസ്പൂൺ, തക്കോലം 2 പീസ്, പച്ചമല്ലി 1 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ, പട്ട 3 പീസ്, ഗ്രാമ്പു 1 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് നല്ല പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് വലിയ പീസായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡ്രൈ ലെമൺ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പാനിൽ പരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അതിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും. ഇനി ഇത് 5 മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ നേരം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർക്കുമ്പോൾ നമ്മുടെ കുഴിമന്തി ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ ചിക്കൻ്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു 15 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ആ ചിക്കനിലെ എല്ലാ ഫ്ലേവറും നമ്മുടെ മസാലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കൻ ഇതിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മന്തി തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളക്കാൻ വേണ്ടി ഇതൊന്ന് മൂടി വെക്കുക. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഈ നേരത്ത് ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ 15 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നേരത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകാതെ നോക്കണം, കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ നേരത്തെ അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് പകുതിയോളം വെന്തിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ റൈസ് ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് റൈസൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്.
ഇനി അതിലെ വെള്ളം അല്പം കൂടെ ഒന്ന് വറ്റാനുണ്ട്. ഇനി ഈ നേരത്ത് ഇതിൻ്റെ മേലെ 4 പച്ചമുളക് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർക്കാതെ ഇരുന്നത് നന്നായി വെന്ത് കലങ്ങി പോവും. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. അതുപോലെ മറ്റൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അത്യാവശ്യം വെന്തിട്ടുള്ള ചിക്കനാണ്, അപ്പോൾ അധികമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസിന് നല്ലൊരു യെല്ലോവിഷ് കളർ കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു ബൗൾ പോലെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചാർക്കോൾ കത്തിച്ചിട്ട് കനലാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ടയുടെ ചെറിയൊരു പീസ് കനലാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ റൈസ് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വെക്കുക. ഇനി നമുക്ക് ചാർക്കോളൊന്ന് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലെ ചിക്കനൊന്ന് മാറ്റണം. ചിക്കൻ മാറ്റിയതിന് ശേഷം മാത്രമേ റൈസ് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി പതുക്കെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. മയോണൈസ് അതുപോലെ അറബിക് ടൊമാറ്റോ ചട്നി എന്നിവയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.